രാമേട്ടൊന്ന് കേറി വന്നിരുന്നെങ്കിൽ ഒരു വയ്യ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ചെയ്യാം. ഇപ്പൊ മനസ്സിൽ വിചാരിച്ചോളൂ ചേട്ടൻ കയറി വന്നിരുന്നെങ്കിൽ ഭയങ്കര വയ്യാത്ത പോലെ തോന്നുന്നു. തൊട്ട് നോക്കോ, പനി ഉണ്ടാകും, ചൂടുണ്ടല്ലേ. എനിക്ക് വയ്യാത്ത പോലെ തോന്നിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യോ തുണി മടക്കാൻ? ഇല്ല, കഴിക്കണം. നേരെ മടക്കണേ. താഴെ വീണ് നനച്ച തുണിയാണ്. അതല്ലേ നമ്മൾ മുഖത്തോട്ട് വെക്കണേ. നല്ല നീറ്റായിട്ട് മടക്കി വെക്കണേ. ഒരു കാര്യമുണ്ട് രാമേട്ട, ഉച്ചത്തേക്ക് കറിയൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഉണ്ടാക്കാനായിട്ടൊരു ഉന്മേഷവും തോന്നണില്ല. ഇല്ല, ഉണ്ടാക്കിയില്ല. അയ്യോ, എന്ത് ഞാൻ എങ്ങനെ കഴിക്കും? വെളിയിൽ വാങ്ങിക്കാടി, വലിയൊരു സംഭവമാണ്. എന്താ മേടിക്കും വെളിയിൽ നിന്ന്? നമുക്ക് നല്ല ഗർഭാഗൃഹം കുഴിമന്തി വാങ്ങിച്ചാലോ? എനിക്കൊരു അൽഫാമും കൂടി. എനിക്ക് വേണം അൽഫാം. ഇപ്പൊ പോലെയൊക്കെ വന്നല്ലോ. ഇത്രയും നേരം അവൾക്ക് ആരോ മരിച്ചോല്ലേ. വയ്യാത്ത ഇരിക്കുകയാണ്, പക്ഷെ അവക്കാണ് ശോകം മുഴുവൻ. ഞാൻ പോയി കാര്യം ചെയ്യാം. കണ്ട ഹെൽപ്പ് ചെയ്യണ കണ്ട. അതൊരു കാര്യം ചെയ്യും. ചേട്ടൻ കറി വാങ്ങിച്ചോണ്ട് പോ. കറിയല്ല, സോറി, കുഴിമന്തി. അതുകൊണ്ട് വാങ്ങിച്ചോണ്ട് പോയി. ബാക്കി അവളെ മടക്കിക്കോളൂ. ചെല്ല്. മയണൈസ് കൂടുതൽ മേടിക്കണം കേട്ടോ. കേട്ടല്ലോ അല്ലേ? ചമ്മന്തി അത് മുക്കി എനിക്കത് ഇഷ്ടല്ല. എനിക്ക് ക്യാരറ്റും കൂടെ വാങ്ങിക്കണേ. അപ്പൊ കഴിച്ചെന്ന് പറഞ്ഞതാ? കഴിച്ചില്ല എന്നാണ് പറഞ്ഞത്. നിന്റെ അപ്പച്ചി നോക്കിക്കോളണം വയ്യാട്ടോ. എന്നാ മടക്ക് പിങ്കി. കൊള്ളാം അപ്പച്ചി, കൊള്ളാം. ആകെ 2 ഉള്ളൂ പിങ്കി. അല്ലേ രാമേട്ട്? എന്തൊരു സ്നേഹം. അങ്കിളിനാ? സ്നേഹമാണോ അതോ എന്തിലാണോ ദൈവത്തിനറിയാം. എന്താടി നീ അങ്ങനെ പറയണേ? നീ അങ്ങനെ പറയണേ? ഒന്നുമില്ല. വേറെ ആരും ചോദിക്കട്ടാ, നിങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? അടിയൊക്കെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഞാൻ പലതൊക്കെ വിളിച്ചു പറയാം, പക്ഷെ രാമേട്ട അങ്ങനെ ഒന്നും തിരിച്ചു പറയില്ല. ഒന്നും പറയില്ലേ? എപ്പോഴും സോൾവ് ചെയ്യും. ഞാൻ ഒന്ന് പിടിച്ചിട്ട് ഒരെണ്ണം പൊട്ടിച്ചാൽ പോലും പാവം ഒന്ന് കൊണ്ടോണ്ടിരിക്കുന്നത് ചിന്നു ഒന്ന് വിളിച്ചോണ്ട് വരും. അല്ലാതെ എന്റെ അടുത്ത് തിരിച്ചടിയൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല. അതങ്ങനെ ശരിയാവും? എന്ത് ശരിയാവാത്തെന്ത്? അത് ഓരോരുത്തരുടെ ക്യാരക്ടർ അല്ലേ. എല്ലാ ഭർത്താക്കന്മാരും തിരിച്ച് പിടിച്ചടിക്കണം എന്നുണ്ടാ? എന്റെ അപ്പച്ചി, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയാണ്. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? അറിയാലോ. അവരെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കുമാണ്, എന്നാ ഭയങ്കര സ്നേഹമാണ്. എനിക്കറിയാലോ. ഈ വഴക്കുള്ളിടത്ത് സ്നേഹമുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രാമങ്കിൾ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി? 1 വർഷമായി. 1 വർഷത്തിന്റെ ഇടയിൽ രാമങ്കിൾ ഇതുവരെ അപ്പച്ചി ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു? നീ എന്തിനാ ഇങ്ങനെ പറയണത്? അല്ല, അങ്ങനെയാണല്ലോ. എടീ, ഒരാള് വഴക്കുണ്ടാക്കുമ്പോ സോൾവ് ചെയ്ത് സംസാരിക്കുന്നത് സ്നേഹം തന്നെയല്ലേ? എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വഴക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണ്ടേ? എടീ, വഴക്കുണ്ടാക്കുന്നില്ലെന്ന് എന്റെ സ്നേഹമില്ലെന്ന് അർത്ഥമുണ്ടോ? എന്റെ പൊന്നപ്പച്ചി, അപ്പച്ചിയുടെ സ്വഭാവം വെച്ചിട്ട് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അതൊരു അത്ഭുതമല്ലേ? പിന്നല്ലാണ്ട്. എന്റെ സ്വഭാവത്തിന് എന്താണ് ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പച്ചി കൈ വയ്യാത്തവരെ അപ്പച്ചി അടിക്കും. അമ്മാതിരി സ്വഭാവം. രാമേട്ടന്റെ അടുത്ത് അടിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. ഇത്രയും വർഷമായിട്ട്, ഇത്ര വർഷമല്ല 1 വർഷമായിട്ട് അപ്പച്ചി എന്തൊക്കെ പറയണം രാമങ്കളിനെ? എന്നിട്ട് ഒന്നും പറയാതെ ഇതുപോലെ ചിന്നു എന്ന് പറയാൻ വിളിച്ചോണ്ട് വരണമെങ്കിൽ ആ സ്നേഹം ഫേക്ക് അല്ലേ? ഫേക്ക് എന്നാ? പിന്നല്ലാണ്ട്. പിന്നെ ചിലപ്പോ രാമേട്ടന്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും. അങ്കിളിന്റെ ക്യാരക്ടർ അങ്ങനെ എന്ത് അടി ഉണ്ടാക്കാത്ത ക്യാരക്ടറാണ് അങ്കിളിന്റെ. പിന്നെ 1 വർഷമായിട്ട് ഒരു അടി പോലും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്യാരക്ടർ അല്ലേ? അത് അപ്പച്ചിയുടെ അടുത്തല്ലേ? ഉണ്ണിയപ്പൂന്റെ അടുത്ത് എന്തുമാത്രം പ്രശ്നമാണ് ഇവിടെ ഉണ്ടാക്കണേ? ഫുൾ ടൈം അടിയല്ലേ? അവിടെ വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് കാണിക്കണേ? അത് ശരി തന്നെ. ഉണ്ണിയപ്പൂന്റെ അടുത്ത് അടി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അവർ ഭയങ്കര സ്നേഹമല്ലേ? സ്നേഹമാണ്. എന്റെ അടുത്തും സ്നേഹമാണ്. അത് തോന്നലാണെങ്കിലും ഇപ്പൊ എന്തോ വേണം? എന്റെ അടുത്ത് അടി ഉണ്ടാക്കിയാലും സ്നേഹം ഉണ്ടെന്നാണ് നീ പറയുന്നത്? അടി ഉണ്ടാക്കിയെങ്കിൽ സ്നേഹം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കും. അടി ഉണ്ടാക്കണമെങ്കിൽ പറഞ്ഞ പോലെ ടോപ്പിക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വഴക്കുണ്ടാക്കിന്ന് നോക്കാം, തിരിച്ചുണ്ടാക്കോ ഇല്ലെന്നുള്ളത് നോക്കാം. അതേ പറ്റുമോ? ഞാനൊന്ന് ചെറുതായിട്ട് എരിയല്ലോ.
അപ്പൊ പിന്നെ മനസ്സിലാവുമല്ലോ ഫേക്ക് അല്ല എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കും, മനസ്സിലാവും. ടോപ്പിക്ക് ഒരു കൊലുസിന്റെ കാര്യമുണ്ട്. ഞാൻ കുറെ നാളായിട്ട് പുറകെ നടക്കുവാണ്. റാമേട്ട കൊലുസ് വാങ്ങിത്താന്ന് പറഞ്ഞു ഇങ്ങനെ മുങ്ങി നടക്കുവാണ് ആള്. അപ്പൊ ഇന്ന് ആ കാര്യം പറഞ്ഞു നോക്കാം. തിരിച്ചടി ഉണ്ടാക്കില്ലെന്നുള്ളത് നോക്കാം. ട്രൈ ചെയ്ത്. അടി ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയില്ലെങ്കിൽ സ്നേഹമില്ല, നമുക്കതും പറഞ്ഞിട്ട് ഉണ്ടാക്കാം. നോക്കാം. റാമേട്ടൻ വരട്ടെ, വന്നിട്ട് പറഞ്ഞു. പക്ഷെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഈ പിങ്കി ചേച്ചിക്ക് എന്തൊരു സന്തോഷം ഈ കുടുംബം കലക്കാറായപ്പോ. ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കൂല. ഇതാണെങ്കിൽ രാമൻകിളിനെ ഞാൻ അറിയിച്ചിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ഈ ശങ്കരൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഒരു കുടുംബം കലങ്ങൂല, ഒരു കുടുംബം കലങ്ങാൻ സമ്മതിക്കും. ഇത് സത്യവും സത്യവും സത്യവും. അമ്മച്ചി ചെറുക്കന് മൊത്തം അടിച്ചു തീർക്കും. അണ്ണനാണെങ്കിൽ ചിന്നു ചേച്ചിക്ക് കൊലുസു എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു. നീ എങ്ങനെ അറിഞ്ഞു? അണ്ണ അതൊക്കെ പിന്നെ പറയാ. ഇപ്പൊ വീട്ടിന്റെ അകത്ത് കയറി ചെല്ലാൻ പോയാണ്. അണ്ണ അങ്ങോട്ടൊന്നും കയറി ചെല്ലല്ലേ, അവിടെ ഭയങ്കര ഭൂകമ്പം. ഇപ്പൊ അടി നടക്കും. അണ്ണ ഇപ്പൊ അങ്ങോട്ട് കയറി ചെല്ലല്ലേ. തക്കാളി മോന്തമുള്ളവളില്ലേ പിങ്കി, പിങ്കി അവക്ക് രണ്ടാ പേര് പിങ്കി എന്നല്ല മങ്കി എന്നാണ്. അല്ല ഞാൻ കാര്യം പറഞ്ഞുതരാം. ആ ചിന്നു ചേച്ചിയുടെ അടുത്താണെങ്കിൽ അവള് ചെന്ന് കൊറേ എരിയൊക്കെ കേട്ടി വിട്ടിട്ടുണ്ട് കേട്ടാ. അണ്ണ അങ്ങനെ സ്നേഹം ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞ് കൊറേ കാര്യം ഇട്ടിട്ടുണ്ട്. അണ്ണ ഇപ്പൊ അങ്ങോട്ട് പോവല്ലേ അണ്ണ പോയി ഇപ്പൊ ഇത് വാങ്ങിച്ചു കൊടു. കൊലുസ് ഒരു കൊലുസിന് ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയും സ്ഥാനം ഉണ്ടോ? അണ്ണൻ പോയി വാങ്ങിച്ചിട്ട് വാ. ഇതെന്തോന്ന്? ഇത് ആഹാരം കുഴിമന്തി. കുഴിമന്തിയാ? ഇങ്ങ തരോ? ഞാൻ എനിക്ക് കഴിക്കേ. ഇങ്ങത്താ അണ്ണാ. എന്നാലും ഒന്നുമില്ല, വന്നിട്ട് കഴിക്കാം. എങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ആ